അപ്പോൾ തന്നെ അസുഖമല്ലേ. നമ്മൾ കമ്പനിയിൽ നിന്ന് വർക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങുന്ന സമയത്ത് അയ്യപ്പന് പണി കൊടുത്തിട്ടാണ് ഇറങ്ങിയത്. മറ്റൊന്നുമല്ല, അവൻ്റെ ഫോൺ എടുത്ത് നമ്മൾ ഒളിപ്പിച്ച് വെച്ചു. അവൻ ബസ്സേ കയറാൻ വേണ്ടിയിട്ട് ഫോൺ നമ്മുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞെങ്കിലും പിന്നെ നമ്മൾ പറഞ്ഞു നമ്മുടെ കയ്യിൽ ഫോണില്ലെന്ന്. അയ്യപ്പ ഡയലോഗൊന്നും കൂടി പറ കാറ് കത്തിയ ഫോൺ ആരാടാ എടുത്ത കൂടറാ? രാത്രി ഹാമിലിനായിട്ട് എങ്ങനെ കൊല്ലോടെ നിൽക്കാനായിട്ട് നിന്റെ കാര്യം പറയണ അത് ഇട്. ഫോൺ പോയപ്പോൾ കാറ് കത്തിയ പുല്ലാന്നൊക്കെ പറഞ്ഞെങ്കിലും പിന്നെ കിടന്ന് കരയുകയൊക്കെ ചെയ്ത കൊടുത്തിട്ടില്ല കാര്യം പറയണേ. പൈസ എന്തൊരു വീഡിയോ പേയ്മെന്റ് കഴിഞ്ഞ് പിന്നെ റൂമിലോട്ട് അങ്ങ് പോയി. പിന്നെ ഫോൺ ചെയ്ത് നമ്മൾ വീണ്ടും വിളിച്ച് വരുത്തി പൈസ കൊടുത്തില്ലെന്ന് പറഞ്ഞിട്ട്. എന്നിട്ടും വന്നിട്ട് കുറേ നേരമൊക്കെ ചിരിച്ച് കളിച്ചൊക്കെ നിൽക്കുമായിരുന്നു. ഞങ്ങൾ പൈസ കൊടുത്തെന്ന്. പിന്നെ ഞങ്ങൾ ഉറപ്പിച്ച് പറഞ്ഞ് ഞങ്ങൾ പൈസ കൊടുത്തിട്ടില്ലെന്ന്. കൊടടാ പൈസ ഒന്നും ചെയ്തില്ല. ഈ ഡയലോഗ് സഹിതം ഞാൻ ഇടും. പൈസ കൊടുക്കാം. പിന്നെ പിണങ്ങി അവിടെ നിന്ന് അങ്ങ് പോയി. അത് കഴിഞ്ഞ് നമ്മൾ റൂമിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളെല്ലാവരും റൂമിൻ്റെ അകത്തിട്ട് ലോക്ക് ചെയ്തത്. അനീഷിന് വീട്ടിൽ പോകേണ്ടതാണ്. സമയം ഏതാണ്ട് രാത്രി 1 മണി 1:30. അപ്പോഴത്തേക്കും അവൻ റൂം പുറത്തുനിന്ന് പൂട്ടിയിട്ട് അവൻ്റെ ഫോൺ കൊടുത്താലേ റൂം തുറക്കത്തുള്ളൂ പറഞ്ഞു. അപ്പോഴത്തേക്കും അവൻ ജനീഷ് ഇവിടെ കിടന്നോളാന്ന് പറഞ്ഞു. എന്നിട്ട് അവൻ്റെ ഡ്രസ്സും കാണൊക്കെ ഞങ്ങളെടുത്ത് പുറത്തിട്ട് എടുക്കുന്നുണ്ട് ഇട്ടോ. ഇതാരോടത് 24 അങ്ങനെ കുറേ നേരം പുറത്തു നിന്ന് ബോറടിച്ച് കൊതുകടിയൊക്കെ കൊണ്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ വന്ന് കഥ തുറന്നു. പക്ഷേ ഞങ്ങൾ അകത്തുനിന്ന് പൂട്ടിയേക്കുമായിരുന്നു. പിന്നെ കുറേ സമയം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് സങ്കടം തോന്നി. പുറത്ത് കിടത്തണ്ടെന്ന് ഓർത്ത് ഞങ്ങൾ വിളിച്ച് അകത്ത് കയറ്റി. അങ്ങനെ ഫോണും കാണലൊക്കെ അവൻ്റെ കൊടുത്തു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.